നമസ്കാരം. PTE അക്കാഡമിക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം 3 ദിവസം മുമ്പ് ഞാൻ ഈ എക്സാം അറ്റൻഡ് ചെയ്തായിരുന്നു. എക്സാമിന് മുൻപ് ഒരു 4 ദിവസത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. എനിക്ക് വേണ്ടിയിരുന്ന സ്കോർ 36 ആണ്. ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ്സിലൂടെ എനിക്ക് കിട്ടിയ സ്കോർ 76 ആണ്. ഞാൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്തത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് ലാഗൊന്നുമില്ലാണ്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ മെയിനായിട്ട് ഒരു വെബ്സൈറ്റും 3 വീഡിയോസുമാണ് ഞാൻ പ്രൈമറിലി ഫോക്കസ് ചെയ്തത്. ഓക്കെ, ഇതിന് പുറമെ ഞാൻ ആകെ എക്സാം സെൻറ്ററിലേക്ക് പോകുന്ന വഴിയിൽ ഒരു അരമുക്കാൽ മണിക്കൂർ യാത്രയിൽ കുറച്ച് റാൻഡം വീഡിയോസ് കേട്ടെന്നല്ലാണ്ട് എൻ്റെ പ്രൈം ഫോക്കസ് ഈ പറഞ്ഞ 4 കാര്യങ്ങളിലായിരുന്നു. ഓക്കെ, ആദ്യത്തേത് ഈ വെബ്സൈറ്റിൻ്റെ പേര് ലാംഗ്വേജ് അക്കാഡമി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ വെബ്സൈറ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. പുള്ളിയുടെ പേര് JP എന്നാണ്, ജയപ്രകാശ്. ആദ്യത്തെ വെബ്സൈറ്റ് കഴിഞ്ഞു. പിന്നെ ഞാൻ പറയുന്ന ആണ് 3 വീഡിയോസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയാണ് ഈ ആദ്യം കാണുന്ന വീഡിയോ, PTE ഓൾ ടെംപ്ലേറ്റ്സ്. നിങ്ങൾ ഈ കാണുന്ന 2 വീഡിയോസും ഉള്ളത് ലാംഗ്വേജ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ PTE ഓൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞതിൽ നമ്മളുടെ എക്സാമിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടെംപ്ലേറ്റ്സ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടെംപ്ലേറ്റ്സ് ആണ്. വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളിത് എഴുതി തന്നെ പഠിക്കുക, ഇത് മെമ്മറൈസ് ചെയ്യുക. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാനപ്പോൾ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ടെംപ്ലേറ്റ്സ് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ 3 മണിക്കൂറുള്ളൊരു വീഡിയോ കാണുക. PTE 90 ഔട്ട് ഓഫ് 90. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും പുള്ളി പറയുന്നുണ്ടായിരുന്നു. സോ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ടെംപ്ലേറ്റ്സ് പഠിക്കുക, പിന്നെ ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുശേഷം വെബ്സൈറ്റിൽ കയറിയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ആ വെബ്സൈറ്റിൽ നമുക്ക് ഒരു ഫ്രീ മോക്ക് ടെസ്റ്റും പിന്നെ ഫ്രീ ആയിട്ട് കുറേ പ്രാക്ടീസ് മെറ്റീരിയൽസും ഉണ്ട്. അതായത് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മോഡ്യൂൾസും കൂടി ഒരുമിച്ചുള്ളതാണ് മോക്ക് ടെസ്റ്റ്. ഈ കാണുന്ന സ്പീക്കിംഗ്, റീഡിംഗ്, ലിസണിങ്, റൈറ്റിംഗ്, അതാണ് മോക്ക് ടെസ്റ്റ്. ഒരു ഫുൾ ഫ്രീ മോക്ക് ടെസ്റ്റാണ് വെബ്സൈറ്റിൽ കിട്ടുന്നത്. പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ടാസ്കുകളും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യം PTE ടെംപ്ലേറ്റ്, പിന്നെ ഞാനീ പറഞ്ഞ 3 മണിക്കൂറിൻ്റെ വീഡിയോ. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ, രണ്ടാമത്തെ വീഡിയോ കാണുക, PTE ഫുൾ മോക്ക് ടെസ്റ്റ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മോഡ്യൂളും ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ കാണിക്കുന്നു, നമുക്ക് ട്രൈ ചെയ്യാനായിട്ടുള്ളൊരു ടൈം തരുന്നു. അതിനുശേഷം അവർ ആൻസർ പറയുന്നു. ഇപ്പോൾ റീഡ് അലൗഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫസ്റ്റത്തെ ഒരു ടാസ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, നമ്മളൊന്ന് ട്രൈ ചെയ്യും. അത് കഴിയുമ്പോൾ അവർ കൂടെ നമ്മളോടൊപ്പം ആൻസർ പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്കത് കമ്പാരിസൺ നടത്തി കഴിഞ്ഞിട്ട് ബെറ്റർ ആകാൻ പറ്റും. അപ്പോൾ ആദ്യം ടെംപ്ലേറ്റ് പഠിക്കുക. 3 ഹവേഴ്സിൻ്റെ വീഡിയോ ആണ്, ഒരു ഐഡിയ കിട്ടും. 3 ഹവേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. അതിനുശേഷം ഫുൾ മോക്ക് ടെസ്റ്റിലേക്ക് വരിക. അതിനുശേഷം വെബ്സൈറ്റിലേക്ക് കയറുക. അപ്പോൾ വെബ്സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ ഇങ്ങനെയായിരിക്കും വെബ്സൈറ്റ്. അപ്പോൾ അതിൽ നമ്മളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ഈ കാണുന്ന രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, രജിസ്റ്റർ ചെയ്യുക, ഇമെയിൽ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഇങ്ങനത്തെ ഒരു യൂസർ ഇൻ്റർഫേസ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് മെറ്റീരിയൽ ഉണ്ടോ? പ്രാക്ടീസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മോഡ്യൂൾസും ഉണ്ട്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്കിപ്പോൾ എസ്സേ എഴുതണമെന്നുണ്ടെങ്കിൽ എസ്സേയിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജനറലി അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് അവർ നമുക്കൊരു ഫീഡ്ബാക്ക് അപ്പോൾ തന്നെ തരും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മാർക്കിംഗ് ആയിരിക്കില്ല, എങ്കിലും നമുക്കൊരു ധാരണ കിട്ടും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ മോക്ക് ടെസ്റ്റ് സെപ്പറേറ്റ് ഉണ്ട്, റൈറ്റിങ്ങിനുണ്ട്, റീഡിങ്ങിനുണ്ട്, ഫുൾ മോക്ക് ടെസ്റ്റ്. ഞാൻ പറഞ്ഞ ഫുൾ മോക്ക് ടെസ്റ്റാണിത്. ഇതൊരാൾക്ക് ഒരു ഫ്രീ മോക്ക് ടെസ്റ്റാണുള്ളത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഒറ്റത്തവണ ഇത് ട്രൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അല്ലാണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ബേസിക്കലി നമുക്ക് വേണ്ട സ്കോറും അതിനേക്കാളും ബെറ്റർ സ്കോർ കിട്ടുന്നതാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 90 ഔട്ട് ഓഫ് 90 അടിക്കണമെന്നുള്ളവർക്ക് അത്രയും ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 90 ഔട്ട് ഓഫ് 90 കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യങ്ങളൊന്നും കൂടി പറയാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് ഈ PTE ഓൾ ടെംപ്ലേറ്റ്സ്
ആ വീഡിയോ കാണുക. പിന്നെ 3 ഹവേഴ്സിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണുക. പിന്നെ നമ്മളുടെ ഈ മോക്ക് ടെസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക. ഇത് ഇത്തിരി ലെങ്തി വീഡിയോ ആണ്, പക്ഷേ ഹെൽപ്ഫുള്ളാണ്. എനിക്ക് 2 മണിക്കൂർ എന്തോ ഒന്നുണ്ട് ഒരു വീഡിയോ. എന്നിട്ട് അതിനുശേഷം ടൈം കിട്ടുന്ന പോലെയൊക്കെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ദിവസം തീരും. ഓക്കെ, ടെംപ്ലേറ്റിൽ ഞാനൊരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എസ്സേയുടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ ടെംപ്ലേറ്റ്സിൻ്റെ വീഡിയോ ഉണ്ട് ഇത്. അപ്പോൾ ഇതിനകത്ത് 2 ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ആദ്യം കാണിച്ച ആ ഗ്രീൻ കളറിലുള്ളതും പിന്നെ ഈ വൈറ്റിലുള്ളതും. ഇപ്പോൾ ആ 2 നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പക്ഷെ ഞാൻ ഫോളോ ചെയ്തത് ആദ്യത്തേതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 1-2 പോയിന്റ് നമ്മൾ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. പക്ഷേ സംഭവം എനിക്കിതാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, 2 ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഇതിൽ ഏത് ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്? സോ ഞാൻ യൂസ് ചെയ്തത് ഈ ടെംപ്ലേറ്റ് ആണ്, ഗുഡാണ്. മറ്റേത് യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം. സോ ഇതെല്ലാം ഈ ടെംപ്ലേറ്റ് എല്ലാം നമ്മൾ എഴുതി തന്നെ പഠിക്കണം, ഇപ്പോഴേ നമുക്ക് തലയിൽ കയറുള്ളൂ. ഓക്കെ, വായിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു സ്കോർ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.